നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഷമലിന്റെ കൈകളിൽ കൂടി വിരിയുന്നത് ജീവസുറ്റ ഒട്ടനേകം ശില്പങ്ങളാണ്. അതും മാധ്യമം ഏതെന്നില്ലാതെ കൈകളിൽ എത്തുന്ന എന്തിനും ഷമലിന്റെ കൈവിരുത് തെളിയിക്കും. മാർബിളിന്റെ മനോഹാരിതയിലും കളിമണ്ണിന്റെ ചാരുതയിലും വിരിഞ്ഞത് ദൈവങ്ങളുടെ ശില്പങ്ങളടക്കമുള്ളവയാണ്. അറിയാം സിറ്റി ന്യൂസിലൂടെ ഈ കലാകാരന്. തോട്ടട വെസ്റ്റ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവമുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ സിറ്റി ന്യൂസ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഷമൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കരവിരുത്. അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ്, ആസ്വദിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ഷമൽ നമ്മളോട് ആ കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കും. ഷമൽ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം നമ്മളോട് പറയും. എൻ്റെ പേര് ഷമലാണ്. ഞാൻ ആശ്രയ സ്കൂളിലെ ഡ്രൈവറാണ്. ഏകദേശം 8 കൊല്ലത്തോളമായി ഡ്രൈവർ. പിന്നെ പണ്ട് മുതലേ വരക്കലുണ്ട്, ചിത്രം വരക്കലുണ്ട്. ഇപ്പം ഏകദേശം ഒരു 5-6 കൊല്ലമായിരിക്കും. ശില്പത്തിൻ്റെ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായിരിക്കും. നമ്മൾ 5ാം ക്ലാസ് പഠിക്കുന്ന സമയം മുതലേ ഞാൻ ചിത്രം വരക്കാൻ എല്ലാത്തിനും ഇത് പെൻസിൽ ഡ്രോയിങ്ങിലാണ് എല്ലാം വരക്കൽ. ഇപ്പം ശില്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായിരിക്കും. 5-6 ഇതിപ്പോൾ ഇത് ഗ്രാനൈറ്റ് ഈ ശില്പങ്ങൾ ഇതൊക്കെ ഇതിലാണ് തീർത്തിരിക്കുന്നത്. ഇതെല്ലാം ക്ലേലാണ് തീർത്തത്. ഇത് ഗ്രാനൈറ്റിൽ കൊത്തിയെടുക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഉണ്ടാകുന്ന ക്ലേലാണ്. പിന്നെ ഇത് നമ്മൾ ഈ പരുന്ത് ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, പിന്നെ ഇത് നമ്മളെ കാർബോർഡിൻ്റെ കാർബോർഡ് ഇത് നമ്മുടെ ആനവണ്ടി ശരിക്ക് പിന്നെ ഫോം ഷീറ്റിലാണ് ഇത് നിർമ്മിച്ചത്. ഈ KSRTC ബസ് ഉണ്ടാക്കിയ അതുപോലത്തെ വേറെ 2-3-4 ബസ് ഉണ്ട്, ലോറിയിലുണ്ട്. അതെല്ലാം ഫോം ഷീറ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എല്ലാം വരക്കലാണ്. ഈ ഗ്രാനൈറ്റിലാണ് വരക്കുന്നത്. ഈ മുത്തപ്പന് ഇവിടെ സമർപ്പിക്കാൻ എന്താ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു തിരുവപ്പനും മുത്തപ്പനും ഞാൻ ഉണ്ടാക്കിയ ഒരു ഇതാണ്. ഇത് നമ്മളെ ക്ലേനൊക്കെ ഉണ്ടാക്കിയ രൂപം. അതിപ്പോൾ എവിടെയുണ്ട്? അത് കാവിലുണ്ട്. ഇപ്പോൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശരി. അപ്പോൾ ഇത് എത്ര വർഷമായി ഇപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ളത് ഇതുപോലെ ഉണ്ടാക്കിയ ഏകദേശം ഒരു 5-6 കൊല്ലമായിരിക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസിലും കാർബോർഡിലും ഗ്രാനൈറ്റിലും വിരിഞ്ഞ ഒട്ടനേകം ശില്പങ്ങൾ ഇത് ഇടവേളകളിൽ ഷമൽ ചെയ്തെടുത്ത ശില്പങ്ങളാണ്. എല്ലാം ജീവസുറ്റതാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ കണ്ടാൽ അറിയാം. 5ാം വയസ്സിൽ തുടങ്ങിയ ചിത്രരചനയോടുള്ള അഭിരുചിയാണ് പിന്നീട് മാറി മാറി വന്ന് ശില്പകലയോടുള്ള അഭിനിവേശമായി മാറിയത്. പിന്നീട് കൊത്തിയും മിനുക്കിയും രാഗിയും ഉണ്ടാക്കിയത് ദൈവങ്ങളുടേതടക്കം ഒട്ടനേകം ശില്പങ്ങൾ. അതുപോലെ കാർബോർഡും പ്ലാസ്റ്റർ ഓഫ് പാരീസും കുഴച്ചുണ്ടാക്കിയ പരുന്ത്, ഫോം ബോർഡ് ഉപയോഗിച്ചുണ്ടാക്കിയ ആനവണ്ടി, ശിവൻ, അനന്തശയനം, വിവിധയിനം കോലങ്ങൾ, അങ്ങനെ നിരനിരയായി നിരന്നു നിൽക്കുന്ന നിരവധി നിർമ്മിതികളെല്ലാം ഈ കുറഞ്ഞ വർഷങ്ങളിൽ തന്നെ സ്വായത്തമാക്കിയതും ആണ്. കളിമണ്ണിൽ തീർത്ത തിരുവപ്പൻ്റെയും മുത്തപ്പൻ്റെയും ശില്പങ്ങൾ ഉത്സവനാളിൽ തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ ആയത് അനുഗ്രഹമായി ഷമൽ കാണുന്നു. എൻ്റെ രൂപം തന്നെ അന്യാലിപ്പിക്കുന്നു. ഈ രൂപം പതിച്ചത് ഹൃദയത്തെങ്കിലല്ലേ? കാഴ്ച കാണുന്ന രൂപോ ഹൃദയത്തിങ്കലല്ലേ? ആ ഹൃദയത്തിങ്കൽ നേത്രം കൊണ്ട് കണ്ട കാര്യങ്ങൾ ഹൃദയത്തിങ്കൽ ഉറപ്പിച്ചു, ഹൃദയത്തിങ്കൽ സൂക്ഷിച്ചു അല്ലേ? മനസ്സിൽ സൂക്ഷിച്ചു. ആ മനസ്സിൽ വന്നിരിക്കുന്ന ഒരു ഭാവനയിൽ ഒത്തിയെടുത്തു മുത്തപ്പന അല്ലേ? സന്തോഷമായി കേട്ടോ. എന്നാലും കാണാനും മുത്തപ്പനും ആഗ്രഹിച്ചിന്. കൊണ്ടത് മാത്രം പറയല്ല, കൊണ്ടത് 6ാം മുത്തപ്പനെ കാണും. മുത്തപ്പ അന്വേഷിച്ചേ, കൊണ്ടതാളെ മുത്തപ്പനെ കാണണ്ടേ? സ്വീകരിക്കാം മുത്തപ്പൻ കേട്ടോ. അവിടെയാ നിരവധി സ്ഥലങ്ങളിൽ പ്രദർശനത്തിൽ പങ്കെടുക്കാൻ ആയതും ഷമലിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായിട്ടുണ്ട്. തോട്ടട വെസ്റ്റ് UP സ്കൂളിലും കിഴുന്ന ശ്രീ മുച്ചിലോട്ടുകാവിലും മുഴപ്പിലങ്ങാട് ശ്രീ കൂറുമ്പക്കാവിലും കണ്ണൂർ സ്റ്റേഡിയം കോർണറിലും പ്രദർശനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 14 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനമായിരുന്നു മറക്കാനാവാത്തതെന്നും ഷമൽ പറഞ്ഞു. തോട്ടട ആശ്രയം സ്പെഷ്യൽ സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഷമലിന് വീട്ടുകാരുടെ പരിപൂർണ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ പ്രദർശനങ്ങൾ ഒരുക്കാൻ കഴിയുന്നതെന്നും പറഞ്ഞു. കളിമണ്ണിൽ തീർക്കുന്ന ശില്പങ്ങൾ പൂർത്തിയാവാൻ വലിപ്പത്തിനനുസരിച്ച് ഒരാഴ്ച വരെ സമയമെടുക്കും.
എന്തു തന്നെയായാലും ഒരിക്കലെങ്കിലും ഈ കരവിരുത് കണ്ടിട്ടുള്ളവർക്ക് വീണ്ടും കാണണം എന്ന് തോന്നുക തന്നെ ചെയ്യും. ഷമലിനെ നമ്മുടെ സിറ്റി ചാനൽ പ്രേക്ഷകർക്കായി നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കരവിരുത്, ഇദ്ദേഹത്തിൻ്റെ കഴിവ്. ക്യാമറമാൻ രഞ്ജിക്കൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.